നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രകടന പത്രിക പുറത്തിറക്കി LDF. കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. 196 പേജുകളിൽ 2 പുസ്തകങ്ങളിലായാണ് LDF പ്രകടന പത്രിക പുറത്തിറക്കിയത്. ക്ഷേമ പെൻഷൻ വർധനയുൾപ്പെടെ വമ്പൻ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത്. എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നും കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നും LDF പ്രകടന പത്രികയിൽ പറയുന്നു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്നും വാഗ്ദാനമുണ്ട്. 60 പരിപാടികളുമായാണ് കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF പ്രകടന പത്രിക പുറത്തിറക്കിയത്. കേവല ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും, കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ പരിരക്ഷ, കേരളത്തിൽ പഠിച്ചാൽ ജോലി ഉറപ്പ്, അഭ്യസ്ത വിദ്യരുടെ സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ, സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പുവരുത്തും തുടങ്ങി 60 പരിപാടികളാണ് പ്രകടന പത്രികയിൽ LDF ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശബരിമല മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കും. ഇടുക്കി, വയനാട്, കാസർഗോഡ്, കുട്ടനാട് പാക്കേജുകൾ തുടരും. മദ്യവർജനം പ്രോത്സാഹിപ്പിക്കും. കാരുണ്യ 5 ലക്ഷം പരിധി നീക്കി. KSRTC പ്രവർത്തന ലാഭത്തിലാക്കും. വിദ്യാർത്ഥികൾക്ക് കണക്ട് ടു വർക്ക് പദ്ധതി. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ പാർപ്പിട സംസ്ഥാനമായി കേരളം മാറും. സ്ത്രീകൾക്ക് വർക്ക് നിയർ പദ്ധതി. കൊച്ചി വാട്ടർ മെട്രോ ആലപ്പുഴ, കൊല്ലം, കൊടുങ്ങല്ലൂർ തുടങ്ങിയ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. കുടുംബശ്രീയുടെ ബാങ്ക് ലിങ്കേജ് വായ്പകൾ 20,000 കോടി രൂപയായി ഉയർത്തും. ഗതാഗത കാർഷിക മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടമാണ് LDF ലക്ഷ്യമിടുന്നത്. കേരളത്തെ റെയിൽവേ ലെവൽ ക്രോസുകളില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുകയും അതിവേഗ തെക്ക് വടക്ക് റെയിൽപാതയ്ക്കായുള്ള പരിശ്രമങ്ങൾ തുടരുകയും ചെയ്യും. അടുത്ത 5 വർഷത്തിനുള്ളിൽ ദേശീയ ജലപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കും. ശിശു സൗഹൃദ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികളിലെ മാനദണ്ഡങ്ങൾ നിർബന്ധിതമാക്കും. അങ്കണവാടികൾ സ്മാർട്ടാക്കും. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അമർച്ച ചെയ്യുന്നതിനുള്ള ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തും. പോക്സോ കോടതികളുടെ എണ്ണം വർദ്ധിപ്പിക്കും. പോലീസ് സംവിധാനത്തിന് കൂടുതൽ പരിശീലനം നൽകും. ബാലാവകാശങ്ങൾ സംരക്ഷിക്കും. ടൂറിസം മേഖലയിൽ 2031 5 കോടി ആഭ്യന്തര സഞ്ചാരികളെ എത്തിക്കാനാണ് ലക്ഷ്യം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ തദ്ദേശ തലത്തിൽ ക്രൈം മാപ്പിംഗ് നടത്തുമെന്നും അഴിമതിരഹിതവും സുതാര്യവുമായ സദ്ഭരണം ഉറപ്പാക്കുമെന്നും പ്രകടന പത്രികയിലൂടെ LDF ഉറപ്പു നൽകുന്നു.